രണ്ടാമത്തെ കാര്യം പാറ 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 പെരിഫറൽ അതിൽ നമ്മളിങ്ങനെ ചില ആളുകളുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകരിൽ പലരെയും ഞാൻ ഒബ്സർവ് ചെയ്തത്, അവർ ബഹളം വെച്ചിരുന്ന ഇങ്ങനെ മർമറിങ് ചെയ്തുകൊണ്ടിരുന്നവർ അവർ ഇപ്പോൾ ഭയങ്കര സൈലൻസാണ്, എല്ലാം ഉൾക്കൊള്ളുന്നു, കോർ ലെവലിലേക്ക് വന്നു, കോറിലേക്ക് വന്നു. നമുക്ക് എല്ലാം ഉണ്ടായിട്ട് ഒരു പേഴ്സൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നയാൾ ഗുഡ് പേഴ്സൺ എന്ന് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് കൈകൂപ്പി നിന്ന് അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഗുഡ് പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? അയാൾ വീട്ടിൽ വന്നിട്ട് ബഹളമാണെങ്കിൽ അയാളുടെ സോഷ്യൽ ആസ്പെക്റ്റ് പോയില്ലേ, അയാളുടെ ഇമോഷണൽ ആസ്പെക്റ്റ് പോയില്ലേ? അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല, സോഷ്യൽ ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം, ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ തോന്നിയാലേ വേണ്ടാത്തത് പറഞ്ഞു കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയാലേ, കയ്യിൽ നിന്ന് പോയി, ഇനി എന്ത് ചെയ്യും? തിരിച്ചു പിടിക്കാനും പറ്റാത്തതുപോലെ അങ്ങനെ കയ്യിൽ നിന്ന് പോയ സംഭവങ്ങളൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ ആസ്പെക്ട് ബുദ്ധിപൂർവ്വമായിട്ട് പെരുമാറണം. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇമോഷണൽ ആസ്പെക്ട്, സ്പിരിച്വൽ ആസ്പെക്ട്,